പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈസ്റ്റ് ഫോർട്ടിലേക്കുള്ള ബസ്സിലിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മൊബൈലിൽ ഇങ്ങനെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകൻ കൊടുത്തതാണ് ആ മാധ്യമപ്രവർത്തകൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്തൊരു അഡീഷണൽ മുൻസിഫ് കോടതി ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്കെതിരെ നൽകിയ ഒരു മാനനഷ്ട കേസിൽ എനിക്ക് 5 ലക്ഷം രൂപ പിഴയിട്ടു എന്നതായിരുന്നു ആ വാർത്ത. ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി. കാരണം ആ കേസിനെ കുറിച്ചിട്ടൊന്നും ഞാനതുവരെ കേട്ടിട്ടേയില്ല. എനിക്ക് സമൻസ് വന്നതായിട്ടൊന്നും എനിക്കറിയില്ല, എനിക്കൊരു പിടിയില്ല. അതിനെ തുടർന്ന് അതങ്ങോട്ട് തുടർന്ന് കഴിഞ്ഞ് പിന്നെ ഒരു മലവെള്ള പാച്ചിൽ പോലെയായിരുന്നു. എല്ലാ ചാനലുകളിലും ഷാജഹാന് കോടതി 5 ലക്ഷം രൂപ പിഴയിട്ടു, അത് ശ്രീജിത്ത് IPS കൊടുത്ത കേസിലാണ് എന്നും പറഞ്ഞിട്ട് എല്ലാ ചാനലിലും വരുന്നു. അതിനെ തുടർന്ന് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ ഓഫീസിൽ തന്നെ ഇരുന്നു കൊണ്ട് അയാൾ എനിക്കെതിരെ പുലഭ്യം പറയുന്നു. ഇല്ലാത്ത കഥകൾ മെനയുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് അയാൾ പറയുന്നു. എല്ലാ ചാനലുകളും ഓരോന്നോരോന്നായി ചെന്ന് അയാളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. അയാൾ പറയുന്നു, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള എനിക്കെതിരെ ഒരു തെളിവുകളുമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ള ജോലിയാണ് KM ഷാജഹാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് വായിൽ വരുന്ന അതൊക്കെ അയാൾ നല്ല ഭാഷയിൽ എനിക്കെതിരെ പറയുന്നതാണ് പിന്നീട് മലവെള്ള പാച്ചിൽ പോലെ നമ്മൾ കണ്ടത്. ദൃശ്യമാധ്യമങ്ങളിലുള്ള നല്ല ശതമാനം ചെറുപ്പക്കാരായിട്ടുള്ള പത്രക്കാരും ഒക്കെ തന്നെ ഇയാളിൽ നിന്ന് കിട്ടുന്ന രഹസ്യ വിവരങ്ങളുടെ ഒക്കെ ദാതാക്കളായതുകൊണ്ട് അവരെല്ലാവരും ഇയാൾ പറഞ്ഞ ഈ കാര്യം അങ്ങ് വിഴുങ്ങി. അപ്പോൾ യഥാർത്ഥത്തിൽ അത് അഡീഷണൽ മുൻസിഫിൻ്റെ കോടതിയിൽ നിന്ന് വന്ന ഒരു വിധിയാണ്. അങ്ങനെ ഒരു വിധി വന്നു, അത് വസ്തുതയാണ്. അത് ഞാൻ ആദ്യമായി എൻ്റെ പ്രേക്ഷകരോട് പറയും. പക്ഷേ ഈ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ഇവർക്ക് ഒരു സാമാന്യമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. എനിക്ക് 5 ലക്ഷം രൂപ പിഴയടച്ചു. ഞാനൊരു പൊതുമണ്ഡലത്തിൽ 10-25 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനും VS അച്യുതാനന്ദൻ്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കായിരുന്നുള്ളൂ. സ്വാഭാവികമായും എനിക്ക് എതിരെ 5 ലക്ഷം രൂപ കോടതി പിഴയിട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു വാക്ക് എന്നോട് ചോദിക്കാനുള്ള സാമാന്യ മര്യാദ ഈ മൂടുതാങ്ങികളായിട്ടുള്ള ഈ ശ്രീജിത്തിൻ്റെ മൂടുതാങ്ങികളായിട്ടുള്ള ഈ മാധ്യമപ്രവർത്തകർക്കുണ്ടായിരുന്നു. അവരതിനും ചെയ്തില്ല. എനിക്കതിൽ വിരോധമില്ല, അവരവരുടെ പണി നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഇയാളുടെ മൂടുതാങ്ങിയായിട്ട് നിൽക്കുന്ന ദൃശ്യമാധ്യമത്തിലെ ഒരു മാധ്യമപ്രവർത്തകനോട് ഞാനിതൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ എൻ്റെ അടുത്ത് അങ്ങ് തട്ടി കയറി, അത് നിങ്ങൾ വേണം, നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് തട്ടി. ഞാനിത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതൊരു എക്സ് പാർട്ടി വിധിയായിരുന്നു. അതായത് എൻ്റെ ഭാഗം കേൾക്കാതെ ഉള്ള ഒരു വിധി. അപ്പോൾ ഞാനതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. സുഹൃത്തുക്കളെ, കൂടുതൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് സമൻസ് കിട്ടിയിരുന്നു, അതൊരു വസ്തുതയായിരുന്നു. പക്ഷേ ആ സമൻസ് കൈപ്പറ്റിയത് എൻ്റെ 2ാമത്തെ മകനാണ് എന്നും ഞാൻ കോടതി രേഖകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ സമൻസ് കിട്ടിയിട്ട് ഞാൻ ഹാജരായില്ല എന്നുള്ളതാണ്. ഹാജരാവാതിരുന്നുകൊണ്ടാണ് എക്സ് പാർട്ടി വിധി വന്നത്. കാരണം എൻ്റെ ഭാഗം കേൾക്കാതുള്ള വിധി. അതൊരു എക്സ് പാർട്ടി വിധി ആയിരുന്നു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഈ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകർക്കുണ്ടായിരുന്നു. പക്ഷേ ആ മാധ്യമപ്രവർത്തകർക്ക് ഞാൻ വാർത്തകളൊന്നും ചോർത്തി കൊടുക്കുന്നില്ലല്ലോ. മറുഭാഗത്ത് വാർത്തകളൊക്കെ ചോർത്തി ഇഷ്ടംപോലെ കിട്ടുന്നത് കൊണ്ട് ആ മാധ്യമപ്രവർത്തകർക്ക് എന്നോട് ഉത്തരവാദിത്വം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. കുഴപ്പമില്ല, അതവർ ചെയ്തോട്ടെ. പക്ഷേ ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമൻസ് കിട്ടി എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ അത് എൻ്റെ മകനാണ് അത് സ്വീകരിച്ചത്. ഞാൻ കൂടുതൽ പരിശോധിച്ച് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മകൻ ആ സമൻസ് സ്വീകരിക്കുമ്പോൾ അവൻ മൈനറായിരുന്നു. അവന് 17 വയസ്സ് തികഞ്ഞിരുന്നില്ല. സ്വാഭാവികമായും 17 വയസ്സ് തികയാത്ത മകൻ സമൻസ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ല. കാരണം സമൻസ് കൊടുക്കുമ്പോൾ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾ വേണം അത് സ്വീകരിക്കാൻ. എൻ്റെ മകന് പ്രായപൂർത്തിയായിരുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അഡീഷണൽ മുൻസിഫ് കോടതിയിൽ ഞാനൊരു പെറ്റീഷൻ ഫയൽ ചെയ്തു. സുഹൃത്തുക്കളെ, ആ പെറ്റീഷനിൽ എനിക്ക് ജൂലൈ 22-ന് എനിക്കൊരു ഉത്തരവ് കിട്ടി. ആ ഉത്തരവിൽ പറയുന്നത് എൻ്റെ പ്രായപൂർത്തിയാകാത്ത മകനാണ് ഇത് സ്വീകരിച്ചത് എന്നുള്ളത് കൊണ്ട് the service of the summons upon him cannot be treated as valid service in the eye of law. നിയമത്തിൻ്റെ മുന്നിൽ അത് വാലിഡ് അല്ല. Consequently, the defendant cannot be held to have been duly served with the summons in accordance with the provisions of the Code of Civil Procedure. അതുകൊണ്ട് അത് ന്യായമായിട്ടാണെന്ന് കരുതാൻ കഴിയില്ല. In the above circumstances, this court is satisfied that the petitioner has established sufficient cause for his non-appearance when the suit was called for hearing.
അതുകൊണ്ട് ഹിയറിങ്ങിന് സമയത്ത് അയാൾ വരാതിരുന്നതിനുള്ള ന്യായമായിട്ടുള്ള കാരണം അയാൾ ബോധ്യപ്പെടുത്തി എന്ന് കോടതി വിശ്വസിക്കുന്നു. സിൻസ് ദ എക്സ് പാർട്ടി ഡിഗ്രി ഇറ്റ് സെൽഫ് ഹാവ് പാസ്ഡ് വിത്തൗട്ട് ഡ്യൂ സർവീസ് ഓഫ് സമൻസ് ടു ദ ഡിഫൻഡന്റ് ദ ഡിലേ ഇൻ ഫയലിംഗ് ദ പെറ്റീഷൻ ടു സെറ്റ് അസൈഡ് ഡിഗ്രി ഓൾസോ. അതായത് ഞാൻ ഈ വിധി അസ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാൻ എല്ലാം സമയം താമസിച്ചല്ലോ, പക്ഷേ അതും കോടതി അംഗീകരിച്ചു. കാരണം എന്താണ്, എനിക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ സമൻസ് തന്നില്ല. അതുകൊണ്ട് എനിക്കെതിരെ 5 ലക്ഷം രൂപ പിഴ വിട്ടുകൊണ്ട് അഡീഷണൽ മുൻസിഫ് കോടതി എന്നത്തെ വിധിയാണെന്നറിയോ, ഓർക്കണം, 27/1/2025 പ്രഖ്യാപിച്ച ആ വിധി അത് അസ്ഥിരപ്പെടുത്തി. അപ്പോൾ എനിക്കെതിരെ 5 ലക്ഷം രൂപ പിഴ ഇട്ടുകൊണ്ടുള്ള ആ കോടതി വിധി ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ആ വിധി വന്നത് ജൂലൈ 22-നാണ്. ഇതേതെങ്കിലും മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയോ സുഹൃത്തുക്കളെ? എനിക്ക് 5 ലക്ഷം രൂപ പിഴയിട്ട ഈ കോടതി വിധി അതേ കോടതി തന്നെ അസ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. കാരണം അതിൻ്റെ സമൻസ് കൊടുത്തത് നിയമപരമായിട്ടല്ല. പ്രതിയുടെ പ്രായപൂർത്തിയാകാത്ത മകനാണ് അത് സ്വീകരിച്ചത്. അതുകൊണ്ട് ആ വിധി അസ്ഥിരപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഈ ജഡ്ജ്മെൻറ്റ് ഈ അഡീഷണൽ മുൻസിഫ് കോടതി ശ്രീമതി ആര്യ റാഫി അവരുടെ ജഡ്ജ്മെൻറ്റ് ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചോ? ഞാൻ എന്തായാലും ഇവന്മാരുടെ എല്ലാം അഡ്രസ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ അവർക്കെല്ലാം ഒന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്. അവർ പ്രസിദ്ധീകരിക്കില്ലെന്നുള്ളതല്ല, അവരുടെ ശ്രദ്ധയിലെങ്കിലും ഞാനൊന്ന് പെടുത്തുന്നുണ്ട്. സുഹൃത്തുക്കളെ, എനിക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല. കാരണം ഇപ്പം നടക്കുന്നൊന്നും മാധ്യമ പ്രവർത്തനമല്ല, ഒരു സൈസ് ഊച്ചാളിത്തരമാണ് ഇപ്പം നടക്കുന്നത്. പോലീസിൻ്റെ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകൻ്റെ പണി എന്ന് പറയുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോർത്തി കൊടുക്കുന്ന വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. പോലീസ് സേനയുമായി ഉണ്ടായിരുന്ന വിമർശനപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടിരുന്ന പണിയൊക്കെ ഇപ്പോഴുള്ള മാധ്യമപ്രവർത്തകരൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ ഒന്നും പോകുന്നില്ല. അതൊക്കെ ചെയ്തവരാരാണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവരുടെ നിലവാരവും ജനങ്ങൾക്കറിയാം. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകനെ കുറിച്ചും ജനങ്ങൾക്കറിയാം. അവർ തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് ഇതാണ് 5 ലക്ഷം രൂപ പിഴയിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കെതിരെ വന്ന വിധിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കും. സുഹൃത്തുക്കളെ, ഇത് ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണല്ലോ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണല്ലോ ഇപ്പോൾ അസ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മനുഷ്യൻ, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, പച്ചക്കള്ളങ്ങളും നട്ടാൽ കുരുക്കാത്ത നുണകളും ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. സുഹൃത്തുക്കളെ, ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2014 ഇയാൾ സസ്പെൻഷനിലായിരുന്നു. അന്ന് ഇയാൾ DIG ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അയാളുടെ സസ്പെൻഷനിലായ കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സസ്പെൻഷനിലായിരുന്ന സമയത്ത് അയാളൊരു വസ്തു കച്ചവടക്കാരനുമായി, ഒരു വിവാദ പുരുഷനായിട്ടുള്ള വസ്തു കച്ചവടക്കാരനുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ചർച്ചയിൽ വന്നിരുന്നു. അപ്പോൾ അത് അയാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പം ഏഷ്യാനെറ്റിലെ മാതൃഭൂമി ചാനലിലെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ബിജു പങ്കജ് അയാളോട് ഈ സസ്പെൻഷനായ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ശുദ്ധ അസംബന്ധവും അതൊക്കെ പച്ച കള്ളങ്ങളുമാണ് എന്ന് അയാൾ പറയുന്നു. ആ ഒരു വീഡിയോ അതിൻ്റെ റീല് ഞാൻ കഴിഞ്ഞ ദിവസം കാണാനിടയായി. സുഹൃത്തുക്കളെ, ആ റീലാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോകും. ആ റീല് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് എന്നാണ് അയാൾ പറയുന്നത്. The government is pleased to re-examine the matter in detail and has come to the conclusion that the warning accorded to the officer is totally unwarranted. 2013 ഫെബ്രുവരി 6 വിവാദ വ്യവസായി റൌഫുമായിട്ടുള്ള കണക്ഷൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അത് ഇടയ്ക്കൊന്ന് എപ്പോഴും ഒരേ സർവീസിൽ ഒരേ രീതിയിൽ പോകാൻ പറ്റില്ല. ചിലപ്പം മനുഷ്യനാണ്, ഇടയ്ക്കൊന്ന് വഴിമാറി ചിന്തിക്കാം. അങ്ങനെ പറ്റിയതാണോ? ഒരു വഴിമാറലും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ അത് വലിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അങ്ങനൊരു സസ്പെൻഷൻ വന്നത്. അത് ആ സസ്പെൻഷൻ തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുതി തന്ന കടലാസുകൾ, സർക്കാർ എഴുതി തന്ന കടലാസുകളിൽ തന്നെ അത് വ്യക്തമാണ്. പക്ഷേ ഇപ്പം നിങ്ങളുടെ ഓർമ്മയിൽ സസ്പെൻഷൻ അല്ലാതെ എങ്ങനെ അത് തീർന്നു എന്നുള്ളത് വ്യക്തമല്ല. അപ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ ഇദ്ദേഹം എനിക്ക് ഒരുപാട് നിർണായകമായ വിവരങ്ങൾ തന്നിട്ടുള്ളൊരു ഇൻഫോർമറായിരുന്നു റൌഫ്. അദ്ദേഹം തന്ന ഒരുപാട് നിർണായകമായ കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് കേസുകൾ എനിക്ക് പിടിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഒരുപാട് ഇപ്പോൾ ഇദ്ദേഹം വളരെ വിവാദ പുരുഷനായതുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണ അതിനെ സംബന്ധിച്ച്
പരക്കാനിട വന്നു. ആ ഇട വന്നതനുസരിച്ച് അന്നത്തെ സംവിധാനത്തിൽ നിന്ന് അങ്ങനെ ഒരു നിയമ നടപടി എനിക്കുണ്ടായി. അത് സത്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷണം കഴിഞ്ഞപ്പോൾ ഞാൻ നിരപരാധിയാണെന്ന്, ഞാൻ ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ഇടപാട് അദ്ദേഹമായിട്ടില്ലെന്ന്, അന്ന് ഒരു വാർത്തയൊക്കെ വന്നെന്നുണ്ടെങ്കിൽ എനിക്കും റോഫിനും കൂടെ കുടകിൽ ഭൂമി ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പം അന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണ പുറത്ത് ഞാനെന്തോ ഇദ്ദേഹമായിട്ട് വലിയ വ്യവസായം നടത്തുകയെന്നോ ഒക്കെ പറഞ്ഞു. അവസാനം അന്വേഷണമൊക്കെ കഴിഞ്ഞപ്പം ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയും ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി സാറ് എല്ലാവരോടും തീരുമാനിച്ച് ഞാൻ നിരപരാധിയാണെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഒഴിഞ്ഞു പോയത്. സുഹൃത്തുക്കളെ, ഈ റീൽ കണ്ടല്ലോ. ഇനി എന്താണ് വസ്തുത എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുകയാണ്. എൻ്റെ കയ്യിലുള്ളത് 6/12/2014 അയാളെ തിരിച്ചെടുത്ത ഒരു ഉത്തരവാണ്. ആ ഉത്തരവിൽ പറയുന്നത് ഇയാൾക്കെതിരെ 4 ആരോപണങ്ങൾ ഉണ്ട് എന്നാണ്. ഒന്ന്, ഈ ഒരു വസ്തുക്കച്ചവടക്കാരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് he has actively encouraged ഒരു വസ്തുക്കച്ചവടക്കാരൻ who is known accused in many criminal cases and involved in a number of illegal activities to trap S. Abhilash, Deputy Superintendent of Malappuram, in a false case. ഒരു വസ്തുക്കച്ചവടക്കാരനുമായിട്ട് ചേർന്ന് DSP മലപ്പുറമായിട്ടുള്ള S. അഭിലാഷിനെ കേസിൽ കുരുക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചു. 2, ഇയാൾ ഈ വസ്തുക്കച്ചവടക്കാരനുമായി ചേർന്നുകൊണ്ട് കർണാടകത്തിൽ ചില ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുകയും ചില ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ നിന്ന് ഈ വസ്തുക്കച്ചവടക്കാരനെ രക്ഷപ്പെടുത്താനായിട്ട് കർണാടകത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാമെന്നും പറഞ്ഞു. അതാണ് 2ാമത്തത്. 3ാമത്തത്, അയാൾ കൃത്രിമ സിം കാർഡ് ഉപയോഗിച്ചു, വേറൊരു ആളുടെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ചു. എന്നിട്ട് പറയുന്നത് the above actions of the officer are not expected or befitting of any government servant, least of all of a high ranking police officer of the ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ ചെയ്തത്. ഇതാണ് ഇയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾ പിന്നീട് 2 IG-മാർ അന്വേഷിച്ചു. ഒന്ന് അനന്തകൃഷ്ണൻ IG ഇന്റേണൽ സെക്യൂരിറ്റി, 2 മനോജ് എബ്രഹാം IG ഹെഡ്ക്വാർട്ടേഴ്സ്. ഇവർ 2 പേരും ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എന്ത് സംഭവിച്ചു? അവർ പറഞ്ഞു, ആ അന്വേഷണത്തിൽ ഇൻ ദ ഫോർമൽ എൻക്വയറി ചാർജ് നമ്പർ 1 ഈസ് പാർഷ്യലി പ്രൂവ്ഡ്. അതായത് ഭാഗികമായിട്ടാണ് 1ാമത്തെ ചാർജ് തെളിയിക്കപ്പെട്ടത്. 2, 3, 4 പൂർണ്ണമായി തെളിയിക്കപ്പെട്ടു. അതായത് ഇയാൾക്കെതിരെ 4 ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങളുടെ മേൽ ഇയാളെ സസ്പെൻഷനിലായി. അതിനെ തുടർന്ന് IG ആയിട്ടുള്ള അനന്തകൃഷ്ണനും IG ആയിട്ടുള്ള മനോജ് എബ്രഹാമും ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ 1ാമത്തെ ആരോപണം ഭാഗികമായും 2ാമത്തെ 3ാമത്തെ ആരോപണം പൂർണ്ണമായും തെളിയിക്കപ്പെട്ടു. ഇതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇനി പിന്നുണ്ടായ സംഭവം എന്താണെന്ന് കേൾക്കണോ? നിങ്ങൾ ഞെട്ടിപ്പോകും. ഈ 2 IG-മാർ അന്വേഷിച്ച് തീർപ്പിലെത്തിയ ഈ ആരോപണം പിന്നീട് അന്വേഷിക്കുന്ന ആരാന്നറിയാമോ? മലപ്പുറം ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്. എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? 2 ഉന്നതരായിട്ടുള്ള IG-മാർ അന്വേഷിച്ച് തീർപ്പ് കൽപ്പിച്ച അന്വേഷണം അവരിൽ താഴ്ന്ന ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നു. അവിടെയാണ് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് നിർഭാഗ്യവശാൽ ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സർക്കാരിനെ സ്വാധീനിച്ചിട്ട് വേണ്ടേ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ? അല്ലെങ്കിൽ IG-മാർ 2 പേരെ അന്വേഷിച്ച് തീർപ്പ് കൽപ്പിച്ചൊരു വിഷയം അവരുടെ കീഴുദ്യോഗസ്ഥൻ എങ്ങനെയാണ് അന്വേഷിക്കുന്നത്? എന്നിട്ട് എന്ത് ചെയ്തു? ഈ IG-മാർ അന്വേഷിച്ച് ശരിയാണെന്ന് കണ്ടുപിടിച്ച ഈ തീരുമാനങ്ങൾ തെറ്റാണെന്ന് അവരുടെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ള ഒരു DYSP കണ്ടെത്തുന്നു. അങ്ങനെയുണ്ട്. അങ്ങനെ കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിൻ്റെ അവസാന വാചകം കേൾക്കണം. The government is pleased to finalize the disciplinary action initiated against S. Srijit IPS, Deputy General AIG of Police, with a stern warning that he may be cautioned not to repeat such activities. അയാളെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ബട്ട് വിത്ത് എ സ്റ്റേൺ വാർണിംഗ്, കർശനമായിട്ടുള്ള ഒരു താക്കീത് നൽകുന്നു. എന്തിന്? ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനി നടത്തരുതെന്ന്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇയാൾ കുറ്റവിമുക്തനാക്കിയെങ്കിൽ ഇയാൾ ഇനി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും നടത്തരുതെന്നുള്ള കർശനമായിട്ടുള്ള താക്കീത് കൊടുത്ത് ഇയാളെ തിരിച്ചെടുക്കേണ്ട കാര്യം എന്താ സുഹൃത്തുക്കളെ? ആലോചിച്ച് നോക്ക്. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. 2 ഉന്നതരായിട്ടുള്ള IG ഉദ്യോഗസ്ഥം, IG ലെവലിലുള്ളവർ തീർപ്പാക്കിയൊരു കാര്യം അവരെക്കാൾ കീഴിലുള്ള മലപ്പുറം ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനെ കൊണ്ട് ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇയാൾ അന്വേഷിച്ച് അട്ടിമറിക്കുന്നു. എന്നിട്ട് പോലും അയാളെ തിരിച്ചെടുക്കുമ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനി നടത്തരുതെന്നുള്ള സ്റ്റേൺ വാർണിംഗ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് തിരിച്ചെടുത്തത്. ഇതാണ് വസ്തുത എന്നിരിക്കെയാണ്
ഇയാൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള മാതൃഭൂമി ചാനലിലെ ബിജു പങ്കജിൻ്റെ അടുത്ത് പച്ചക്കള്ളവും നട്ടാൽ കുരുക്കാത്ത നുണയും പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയുന്നു. ഇയാൾ ഈ കേരളത്തിലെ ഈ വസ്തുക്കച്ചവടക്കാരൻ, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, അയാൾ എനിക്കൊരു ഇൻഫോർമർ ആയിരുന്നു, എനിക്ക് കുറേ വിവരം തന്നു എന്നൊക്കെയാണല്ലോ ഇയാൾ പറയുന്നത്. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളൂ. അന്ന് അക്കാലത്ത് ഈ വസ്തുക്കച്ചവടക്കാരനും ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനും തമ്മിൽ നടന്ന ടെലിഫോൺ സംഭാഷണത്തിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ്, അതിൽ എന്താണ് അവർ സംസാരിച്ചെന്നുള്ളതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് അന്ന് എൻ്റെ കൈവശം എത്തിച്ചു. അത് പല പത്രക്കാരുടെയും കൈവശവും അതുണ്ടായിരുന്നു. അതിനകത്തൊരു സിനിമാ നടിയെ കുറിച്ചിട്ട് പരാമർശങ്ങളുണ്ട്. എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇവർ തമ്മിൽ ഒരു സിനിമാ നടിയെ കുറിച്ചിട്ട് സംസാരിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഈ ശ്രീജിത്ത് പറഞ്ഞ ഉദ്യോഗസ്ഥനും ഈ വസ്തുക്കച്ചവടക്കാരനും തമ്മിൽ നടന്ന ഈ ടെലിഫോൺ സംഭാഷണത്തിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയെ കൊണ്ടൊന്ന് ഞാൻ കാണിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, കണ്ടോ, നിങ്ങളുടെ കീഴിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ ഇതാണ്, കണ്ടോ എന്ന് ചോദിച്ചു. അന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരം കാണട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ കയ്യിൽ നിന്നിട്ട് കണ്ടേച്ചാൽ മതി. ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇത് എൻ്റെ കയ്യിൽ മാത്രമല്ല, വേറെ പല മാധ്യമ പ്രവർത്തകരുടെ കയ്യിലും ഇതിപ്പോഴുണ്ട് എന്ന് ഞാൻ പറയുന്നു. പിന്നെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയുന്നു. ചില യൂട്യൂബർമാർ ഇയാളെ ഇങ്ങനെ നിരന്തരമായി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ വെളുപ്പിക്കൽ ശ്രമങ്ങൾ നടക്കട്ടെ, അതിനെക്കുറിച്ചിട്ടൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അയാളുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു കേസിൻ്റെ വിധി ഓണാവധി കഴിഞ്ഞിട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ വിധി വരുന്ന കഴിയുമ്പോൾ ഈ യൂട്യൂബുകൾക്ക് ഉൾപ്പെടെ കണക്കിന് വയറ് നിറച്ച് ഞാൻ കൊടുക്കും എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു വെക്കുന്നു. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കും ഈ യൂട്യൂബർ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഒരു ADGPക്ക് വേണ്ടിയിട്ട് ഒരു DGPക്ക് വേണ്ടിയിട്ട് അങ്ങ് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു യൂട്യൂബർ. ഡസൻ കണക്കിന് വീഡിയോകൾ ADGPയെ കുറിച്ച് ചെയ്യുന്നു. അയാൾ കൊടുക്കുന്ന വാറോലകളെല്ലാം സത്യമാണ്, ശരിയാണെന്നും പറഞ്ഞ് തൊണ്ട തൊടാതെ ഒരു യൂട്യൂബർ വിഴുങ്ങി ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ യൂട്യൂബറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ സുഹൃത്തും കൂടെയാണ്. പക്ഷേ ആ യൂട്യൂബർ തയ്യാറെടുത്തിരുന്നു കൊള്ളൂ. ഹൈക്കോടതിയിൽ നിന്ന് ഞാൻ കൊടുത്ത ബോഡി ബിൽഡർമാരുടെ കേസിൽ ഒരു വിധി വരാനുണ്ട്. ആ വിധി വന്നു കഴിയുമ്പോൾ യൂട്യൂബറിൻ്റെ വയറ് നിറച്ച്, അതായത് ഈ തൊണ്ട മുതൽ അങ്ങ് അടിവയർ വരെ നിറച്ച് കൊടുക്കാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. അതിന് ഈ വിധി വരാൻ മാത്രം ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ ആ യൂട്യൂബറോട് പേര് പറയാതെ എനിക്ക് പറയാനുള്ളൂ.